വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ 2 പഴഞ്ചൊല്ലുകൾ കൊണ്ട് പൂർണ്ണമാക്കാം. ആരാൻ്റെ അമ്മയ്ക്ക് കല്ലിടിക്കും, അവനവൻ്റെ അമ്മയ്ക്ക് തവിടിടിക്കില്ല എന്ന പഴഞ്ചൊല്ലോ, കടുവയെ പിടിക്കുന്ന കിടുവ എന്ന പഴഞ്ചൊല്ലോ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടു നോക്കൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പാപ്പച്ചാ, ആ ഞാൻ ജോലിയിൽ നിന്ന് കഴിഞ്ഞ് വരുന്നതാ. ഇല്ല, ജോലി വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ സൈഡിലോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. തന്നെ ഒന്ന് താനും നേരത്തെ വിളിച്ചായിരുന്നല്ലോ എന്നെ, അപ്പം മിസ് കോൾ കണ്ടായിരുന്നു ഞാനേ. ഓ വീട്ടിൽ ചെല്ലണം, എപ്പോഴേലും ചെന്നാൽ മതി. അങ്ങോട്ട് ചെന്ന് ഞാൻ സ്വസ്ഥത തരികയല്ല. അത് ചെയ്യേ ഇത് ചെയ്യേ, അവിടെ പോ ഇവിടെ പോ. ഷോപ്പിങ്ങിന് ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം വേറെ എന്തെങ്കിലും കാണും. നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി പൈസ ഒക്കെ കൊടുത്ത് കടയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും പിന്നെ വിളിച്ച് പറയുന്നത്, പിന്നെ തിരിച്ചു പോകാൻ വയ്യ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ അതെ. രസം എന്നറിയാം, ഞങ്ങളുടെ കമ്പനിയിലേ ഇപ്പം പുതിയൊരു മലയാളി പെണ്ണ് ജോയിൻ ചെയ്തു. മലയാളി പെണ്ണെന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് വന്ന് 10-35 വയസ്സൊക്കെ കാണുമെന്ന് തോന്നുന്നു. തിരക്കേടില്ല, കണ്ടാൽ തിരക്കേടില്ല. ഡിവോഴ്സ് കഴിഞ്ഞാന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇച്ചിരി ഇളക്കമുള്ള ടൈപ്പാ. രണ്ടാഴ്ചയായില്ല, ഒരാഴ്ചയായി. പേര് തന്നെ നീനയോ അങ്ങനെ കണ്ട പേര്. ഇല്ല, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, വേറെയാ. ഒന്ന് കയറി മുട്ടിയാലോ? എടോ ഒരു മിനിറ്റ്, അതെ വൈഫ് വിളിക്കുന്നു. ഹലോ, എന്നാ? പറ്റിയല്ല, ഞാൻ വരുന്ന വഴിയല്ലല്ലോ അതെ. ഇനി അവിടെ പോകണമെങ്കിൽ വേറെ 20 മിനിറ്റ് ഞാൻ ഡ്രൈവ് ചെയ്യണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു വിടായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ തന്നെ പോയി മേടിക്കേ. തന്നെ പോയി മേടിക്കട്ടോ. ഓക്കെ, ശരി. പാപ്പച്ചാ, ഹലോ. പോയോ? ഓക്കെ. എൻ്റെ വാലറ്റ് എവിടെയാ? വാലറ്റ് എവിടെയാ എൻ്റെ? ഫുഡ് റെഡിയാണോ? ഒരു സാധനം വെക്കുന്നിടത്ത് കാണുകയില്ല. ഞാൻ പോവാണേ, ഫുഡ് വിളിക്കുന്ന കളിച്ചോളാം. ഓക്കെ. എൻ്റെ ഫ്രണ്ട് ശോഭയെ, അവൾ ദന്തൽ അപ്പോയിൻമെന്റ് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഓഫീസിൽ ഇരിക്കുവാണ്. അവളുടെ ഹസ്ബൻഡ് ജോലിയില്ല. മോൻ സ്കൂളിൽ പോയാന്ന് പറഞ്ഞു. ഇനി അവൾക്ക് റൈഡില്ല, ഊബറൊക്കെ പിടിക്കണ്ടേ. തനിക്കൊന്ന് അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്താക്കാൻ പറ്റുമോ? അറിയാലേ, ശോഭയുടെ വീട് അറിയാലേ? പിന്നെ നിന്റെ ഫ്രണ്ട് ശോഭ എനിക്കറിയാം. പിന്നെ എന്താ ആവശ്യം? പെട്ടെന്ന് പറ, എനിക്ക് പോണം. അതിപ്പോ ശോഭ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ഓഫീസ് ഇവിടെ അല്ലേ? അവളുടെ വീട് ആ വഴിക്കും കണ്ടല്ലേ? അതെ. എനിക്കിപ്പം പോവാൻ സമയം. ഈ സമയം ഇപ്പോഴാണോ പറയുന്നത്? പിന്നെ ഇറങ്ങുമ്പോ പറഞ്ഞാ പോരെ ഇതൊക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്യേ, അവളെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന്. ഓക്കെ, പറഞ്ഞേക്കാം. അവളുടെ അഡ്രസ് ഉണ്ട്, എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തേരെ. ഓക്കെ, അഡ്രസ് എന്റെ കയ്യിലുണ്ട്, കൊണ്ടുപോക്കൂ. മുളക് പൊടി, റാഗി, സാൽമൺ, ഫ്രോസൺ കോക്കനട്ട്, വാഴക്കൂമ്പ്, മുറുക്ക്. ഇതാണോ അഡ്രസ്? അപ്പൊ ശോഭയെ പിക്ക് ചെയ്യാവോന്ന് ചോദിച്ചപ്പോ നിങ്ങക്ക് പറ്റുമായിരുന്നില്ലേ? മര്യാദക്ക് ഇൻഡി സ്റ്റോറിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് പോവാ.